ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോയമ്പിൻ്റെ 34 ദിവസം വെള്ളിയാഴ്ച. ഇന്നത്തെ ധ്യാന വിഷയം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാകുന്നു ഇന്നത്തെ ഏവെങ്കിലും ഭാഗം. അതിൽ 38-ഉം 39-ഉം വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യാൻ നിശ്ചയം. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ തൻ്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനികളായ യാക്കോബും യോഹന്നാനും അതിന് യേശു നൽകുന്ന മറുപടിയുമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ അപേക്ഷ, നിൻ്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുവൻ നിൻ്റെ ഇടത്തും ഒരുവൻ വലത്തും ഇരിക്കാനുള്ള വരം നൽകണം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം യാക്കോബിന് യോഹന്നാനും നൽകണം. മത്തായിയുടെ സുവിശേഷത്തിൽ സെബദി മക്കളുടെ അമ്മ വന്ന് അപേക്ഷിക്കുന്നതായിട്ടാകുന്നു കാണുന്നത്. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഇവിടെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ പാനപാത്രമായിട്ടും യേശുവിൻ്റെ ക്രൂശ് മരണത്തെ സ്നാനമായിട്ടുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശു പറയുന്നു, ഇനിയും എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിവോളം ഞാൻ ഞരങ്ങുന്നു. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ ഏറ്റ സ്നാന സമയത്ത് ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ ക്രൂശ് മരണം എന്ന സ്നാനത്തിലും അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് അവിടെ കൂടി നിന്ന് അവർ സാക്ഷീകരിക്കുന്നതായിട്ട് നാം കാണുന്നു. ക്രിസ്തീയ ശിഷ്യത്തിൻ്റെ യോഗ്യത, ഒരുവൻ തൻ്റെ പിന്നാലെ അവനെ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ക്രൂശുമായുള്ള ബന്ധത്തിൽ 2 ചിന്തകൾ പങ്കുവെക്കുന്നതിന് താല്പര്യപ്പെടുന്നു. ഒന്ന്, കുരിശ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തികേന്ദ്രം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പ്രഖ്യാപിക്കുന്നു. എന്താണ് കുരിശ്? ദൈവത്തിന് വേണ്ടി നാം ശരിയായ നിലപാടുകളെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളാണ് കുരിശ്. യേശുവിൻ്റെ ജീവിതത്തിലുടനീളം ക്രൂശിൻ്റെ അനുഭവങ്ങൾ കാണാം. പാപത്തോടും തിന്മയുടെ ശക്തിയോടും പോരാടുന്നതിന് ആവശ്യമായിരിക്കുന്ന ശക്തി നൽകുന്നത് കുരിശാണ്. ജർമ്മൻ ദൈവശാസ്ത്രനായിരുന്ന മോൾട്ട്മാൻ ദി ക്രൂസിഫൈഡ് ഗോഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത്, സഭ ക്രൂശിതനായ വിമോചകൻ്റെ കൂട്ടമെന്നാണ്. ദ ക്രൂസിഫൈഡ് ലിബറേറ്റർ. യേശുവിനെ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതശൈലി ക്രൂശാകണം. എനിക്ക് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശാണ് തൻ്റെ പ്രശംസാവശ്യം. 2, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം ക്രൂശാണ്. വിതൗട്ട് ക്രോസ് there can never be a crown. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ അടിസ്ഥാനം ക്രൂശാണ്. വിശുദ്ധ പൗലോസ് അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിൻ്റെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകിയെന്ന് പ്രസ്താവിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഗോതമ്പ് നിലത്ത് ചാകുന്നെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുള്ളൂ. ഇന്ന് നമുക്ക് ക്രൂശിൻ്റെ ദൈവശാസ്ത്രം ഒഴിവാക്കി തിയോളജി ഓഫ് ക്രോസ്, ഉയർപ്പിൻ്റെ മകത് ദൈവശാസ്ത്രം പ്രസംഗിക്കുന്നതാണ് താല്പര്യം. മരണത്തിലൂടെ ജീവൻ എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ക്രൂശിലൂടെയാണ് ഉയർപ്പും ജീവനും എന്ന സത്യം നാം ഉൾക്കൊള്ളുന്നതിന് ഈ നോമ്പിന് നാളുകൾ നമുക്ക് ഇടയാകും.